ചവറ എങ്ങനെയാണ് ഈ അച്ഛൻ്റെ ഇതുകൊണ്ടാണ് ഈ ചവറ RSPയുടെ ഒരു സെൻറ്ററായി മാറിയത്? പണ്ടൊരു തമാശയൊക്കെ പാലയെന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഈ RSP കരക്കാടനോട് വരുമായിരുന്നു, കഥയൊക്കെ ഉണ്ട്. അല്ല, അച്ഛൻ്റെ മാത്രമല്ലോ, തിരുവിതാംകൂറിൻ്റെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ RSP ആണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടങ്ങുന്ന കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയം മുതലല്ലേ? കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയം മുതൽ അച്ഛനും ശ്രീകണ്ഠൻ നായരും എനിക്ക് തോന്നുന്നു K. ബാലകൃഷ്ണനൊക്കെ ആയിരുന്നു തോന്നല്ലോ ആ സമയം. അല്ല, അതിൻ്റെ ഒരു ചരിത്രം, ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരായി തുടങ്ങിയിട്ട്, അതിന് പുന്നര ശ്രീധരനായിരുന്നല്ലോ അന്നത്തെ നേതാവ്. അതിനുശേഷം ഇവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. അത് കഴിഞ്ഞാണ് 1947 KSP രൂപീകരിച്ചു. അന്ന് മത്തായി മാഞ്ഞൂരാനും എല്ലാവരും ഇവിടെ KSPയുടെ ഭാഗമായിരുന്നു. അന്ന് ശ്രീകണ്ഠൻ ചേട്ടൻ, അന്നാണ് കണ്ണന്തോടത്ത് ജനാർദ്ദൻ നായരായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ചെയ്തത്. പക്ഷെ പുള്ളി 47 മരിച്ചുപോയി. പുള്ളി 47 മരിച്ചത് കൽക്കട്ടയിൽ പോയതാണ്. ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി RSP എന്നുള്ളത് കേട്ട് RSPയെ കുറിച്ച് അന്വേഷിക്കാൻ പോയി അവിടെ വെച്ച് വസൂരി വിട്ട് മരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് KSPയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. KSP കഴിഞ്ഞപ്പോൾ നമുക്കൊരു കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിൽ ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്ന് ചങ്ങാരപ്പള്ളിയും K. ബാലകൃഷ്ണനും തോന്നുന്നു, അവരെ കൽക്കട്ടയ്ക്ക് വിട്ട് കൽക്കട്ടയായിട്ട് ചർച്ച ചെയ്ത് RSP ലീഡർഷിപ്പുമായിട്ട് ചർച്ച ചെയ്ത് അത് ലയിക്കും. അവർ വന്ന് റിപ്പോർട്ട് ചെയ്ത് ലയിച്ച് അങ്ങനെയാണ് RSP ഉണ്ടാകുന്നത്. പക്ഷേ ഒരു പാർട്ടിയുടെ ജന്മത്തിൽ തന്നെ പിളർപ്പ് ഉണ്ടാകുന്നതാണ്. കാരണം മത്തായി മാഞ്ഞൂരാനും അവരെല്ലാം KSP ആയി തന്നെ, അവർക്ക് ദേശീയ ധാരയിലേക്ക് പോകാതെ അവർ KSP ആയി തുടർന്നു. അന്നേരം അന്ന് മുതൽ കേരളത്തിലെ രണ്ടാമത്തെ ട്രേഡ് യൂണിയൻ, രജിസ്റ്റേഡ് ട്രേഡ് യൂണിയനാണ് തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ. അത് ശ്രീകണ്ഠൻ ചേട്ടന്, കണ്ണന്തോടത്ത് ജനാർദ്ദനായാലും ശ്രീകണ്ഠൻ ചേട്ടനുമായിരുന്നു അതിനെ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിലും എൻ്റെ പിതാവിൻ്റെ പഠിത്തം കഴിഞ്ഞ് വന്ന പുള്ളി അവിടെ നിയോഗിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് മണ്ണുമണി തൊഴിലാളികളായിട്ടുള്ളത്, അവരെ സംഘടിപ്പിക്കാൻ. അതുപോലെ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് അല്ല, ഈ തിരുവനന്തപുരത്തെ എല്ലാ സ്ഥാപനങ്ങളും, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ UTUC ആയിരുന്നല്ലോ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മളായിരുന്നു മൊത്തം അതായിരുന്നല്ലോ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം. അതുവരെ ഒരു ഫാക്ടറിയിൽ ഒരു യൂണിയൻ എന്നുള്ളതായിരുന്നു ഇത്. 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്രേഡ് യൂണിയനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ശ്രീകണ്ഠൻ ചേട്ടൻ നിരാഹാരം കിടന്നതും. അങ്ങനെ ഉണ്ടായിരുന്ന TV ശ്രീകണ്ഠൻ ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്നത്തെയൊക്കെ ഏറ്റവും വലിയ സമരമായിരുന്നു ശ്രീകണ്ഠൻ ചേട്ടൻ്റെ നിരാഹാരവും കേരളം ആകെ കത്തിപ്പടരുന്ന നിലയിലേക്ക്. അങ്ങനെ TV തോമസ് ശ്രീകണ്ഠൻ ചേട്ടനും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. അതിനകത്തും പറയുന്നുണ്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ട്രേഡ് യൂണിയൻ, അങ്ങനെ ധാരണയിലെത്തി. പക്ഷെ വീണ്ടും ഒരു കാറ്റിൽ പറത്തി.